ഇന്ന് നമുക്കൊരു അറേബ്യൻ റെസിപ്പിയായ ചിക്കൻ മഷ്വി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. ഓവനോ ഗ്രില്ലോ ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 6 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പകുതി തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഗരം മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഇനി 1 ടീസ്പൂൺ വിനാഗിരിയും 1 ടീസ്പൂൺ സോയ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു കളറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ കൂട്ടാണ് നമ്മൾ ഈ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുന്നത്. ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ അൽഫാമൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കൂലേ, അതുപോലെ വേണം ചിക്കൻ എടുക്കാനായിട്ട്. അതായത് അതിൻ്റെ ബ്രസ്റ്റ് ഭാഗത്തൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതിയാവും. ഇതിൻ്റെ ഈ സൈഡിലൂടെയും അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ഇതുപോലെ ലൈനായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മസാലയ്ക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ചിക്കനിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതോടൊപ്പം അരമുറി നാരങ്ങ കൂടി ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു കുരുമുളകും നാരങ്ങയും തേച്ച് പിടിപ്പിക്കണം. ഇനി നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു അരപ്പ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കൈ വെച്ചിട്ട് നമുക്കിതുപോലെ അങ്ങ് തേച്ച് കൊടുക്കാം. ചിക്കൻ്റെ മറ്റേ സൈഡും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ചുരുങ്ങിയത് നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ഏറ്റവും നല്ലത്. അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി ഈ ചിക്കൻ്റെ കൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു റൈസും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട്. ഒരു പാൻ എടുത്ത് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഒരു പകുതി വെല്ലുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കണം. 3 പീസ് പട്ടയും ഒരു 7 ഗ്രാമ്പും ഒരു 4-5 ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി നേരത്തെ നമ്മൾ കുതിർത്തിയെടുത്തിട്ടുള്ള അരി വെള്ളം കൂറ്റിയതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ആ ഓയിലിൽ കിടത്തിയിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മളിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള 2.5 കപ്പ് നല്ല ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളം നല്ല ചൂടാക്കിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് ചെറു തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. റൈസ് ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട്. അധികം വെന്തുടയാതെ നോക്കണം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒട്ടുന്ന രീതിയിലായിരിക്കും. ഇതിപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും ഉണക്കമുന്തിരിയും കൂടെ കുറച്ച് ഓയിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയതാണ്. അതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് സ്മോക്ക് ചെയ്തെടുക്കണം. ഒരു ബൗളിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ചാർക്കോൾ ഇട്ടിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. നമ്മൾ മന്തിയൊക്കെ ചെയ്യുന്നത് പോലെ ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുത്താൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു റൈസിന്. ഇതിൻ്റെ ഈ ഒരു അടപ്പിന് ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുക. ഇനി നമുക്കൊന്ന് തീ കത്തിച്ചിട്ട് 2 മിനിറ്റ് ചെറു തീയിലിട്ട് വെക്കാം. 2 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെ നമുക്കിതിൻ്റെ അടപ്പ് തുറന്ന് നോക്കിയാൽ മതിയാവും കേട്ടോ. ഈ ചോറ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അധികം വെന്ത് ഉടയാതെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ചിക്കൻ ഒന്ന് ശരിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതല്ലെങ്കിൽ ഓയിൽ ചേർത്താൽ മാത്രം മതി. ഇതിലേക്ക് ഞാൻ ഒരു 6 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് അങ്ങിട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അടച്ച് വെച്ചിട്ട് നമുക്കിത് ചെറു തീയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെയാണെങ്കിൽ അധികം ഡ്രൈ ആവാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കിട്ടും. ചിക്കൻ ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ നമുക്കിത് 2 തവി വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും ഇതുപോലെ അങ്ങ് നമുക്ക് അടച്ച് വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ ചിക്കൻ മഷ്വി റെഡിയാവും. ഓവണോ ഗ്രില്ലോ ഒന്നും ഇല്ലാതെ നമുക്കൊരു പാനിൽ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ ചിക്കനിൽ നമ്മൾ നേരത്തെ റൈസ് ഒന്ന് സ്മോക്ക് ചെയ്തെടുത്ത പോലെ തന്നെ ഓയിൽ ഒഴിച്ചിട്ട് ഒരു ചാർക്കോൾ നന്നായിട്ടൊന്ന് കത്തിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ച് കൊടുത്തിട്ട് എടുത്താൽ മതിയാവും. ചിക്കൻ ഇവിടെ റെഡിയായി കിട്ടിക്കോളും.
എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചോറിൻ്റെ മേലായിട്ട് നമ്മളുടെ ചിക്കൻ മഷ്വി അങ്ങ് ഇട്ട് കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാണ് കേട്ടോ. അധികം ഡ്രൈ ആവാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കനാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ഓയിലിട്ടൊന്ന് വറുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് ബദാം വറുത്തത് ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഇന്നും നമുക്ക് കുറച്ച് പേർക്ക് ഹായ് പറയാനുണ്ട്. അവരുടെ പേരൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്